പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 29 നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാം നാൾ നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട്, നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം സ്തോത്രം അപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ജയോത്സവമായി നമ്മളെ നടത്തുന്ന ദൈവത്തിന് വീണ്ടും കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്ന് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം. പഴയ നിയമത്തിൽ അവൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി അവരെ നടത്തിയതുപോലെ അവർക്ക് ആവശ്യത്തിന് മന്ന പൊഴിച്ചു കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, പാറയ്ക്കകത്തുനിന്ന് വെള്ളം കൊടുത്തു, അവരെ പോറ്റി പുലർത്തിയതുപോലെ ഇന്ന് പകൽക്കാലം സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനിലൂടെ അവൻ ഏലിയാവിനെ പോറ്റി പുലർത്തിയതുപോലെ ഇന്ന് പകൽക്കാലം യഹോവ ഈരെ ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വൻ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന വൻ കൃപകൾക്ക് നന്ദി പറയുന്നു. 43-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൽ നീ പ്രത്യാശ വെക്ക്. അവൻ കർത്താവിൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. ഇതൊരു പ്രൊഫറ്റിക്കൽ വേട. അവൻ ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന ദൈവ പൈതലെ, നീ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ പ്രത്യാശ വെക്ക്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇടപെടുമ്പോൾ നമുക്ക് പ്രത്യാശ തരും. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെക്ക്. കർത്താവ് ഇന്ന് നമ്മളായിരിക്കുന്ന ഏതവസ്ഥയിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ മതിയായവന്. നമ്മളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും നമുക്ക് ജയം തരുവാൻ കർത്താവ് മതിയായവന്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവിക അത്ഭുതങ്ങൾ ലോകവ്യാപകമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാം ദിവസമാണല്ലോ, അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ആത്മശക്തി അവർ അനുഭവിക്കട്ടെ. ആത്മാവിൻ്റെ നിറവിൽ അവർ ആനന്ദിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതുവരെ അനുഭവിക്കാത്ത വിധത്തിലുള്ള ദൈവികമായ അനുഭവങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നിടത്ത്, കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദിവസങ്ങളായി തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ, വേദനകൾ, അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ തൊണ്ടയ്ക്കകത്തുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ. എല്ലാ ദഹന സംബന്ധമായ, ഡയജഷൻ സംബന്ധമായ ബുദ്ധിമുട്ടുകളും നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നാളുകളായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ പാടുപെട്ട് ബെഡ്രിഡനായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഹിതം അവരുടെ മേൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, കുഞ്ഞുങ്ങൾ ശരീരത്തിൽ ഭയങ്കരമായി അലർജി വന്ന് ആ സ്കിന്നൊക്കെ പോയി ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കൈവച്ച് അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ, ഇന്ന് അഡ്മിഷന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് കർത്താവേ, സ്കൂൾ അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേക കാരണങ്ങളാൽ അപ്രൂവലുകൾക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ, ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ആപ്ലിക്കേഷൻ ഇന്ന് അപ്രൂവൽ ആകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. അതുപോലെ ചില വ്യത്യസ്ത പ്രത്യേക വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം മനസ്സ് ഭാരപ്പെട്ട്, കർത്താവെ, ആരെന്നെ സഹായിക്കും, ആരെനിക്ക് വേണ്ടി സംസാരിക്കും, ആരെനിക്ക് വേണ്ടി പോകും എന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഇൻ്റർവെൻഷൻ കർത്താവെ അവർക്ക് വേണ്ടി അങ്ങ് അയക്കുന്നതിന് സ്തോത്രം.
കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. ലോകത്തെമ്പാടും നടക്കുന്ന സുവിശേഷ വേലകളെ, കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് 3-ാം ദിവസം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരണം. ആ 3-ാം ദിവസത്തിൻ്റെ സകല നന്മകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ 2 ദിവസം നമ്മളെ അനുഗ്രഹമാക്കി നടത്തിയ കർത്താവിന് ആ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. 2 രാത്രികളെയും കർത്താവ് അനുഗ്രഹിച്ചു. അസാധാരണമായ ആത്മസാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇത് 3-ാം ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസം. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. അവൻ ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവവചനം ധ്യാനിക്കുവാനും ഒക്കെ ഇന്ന് പകൽ കൂടുതൽ സമയം കണ്ടെത്തുക. വൈകിട്ട് തക്ക സമയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ദൈവാത്മാവിനെ കുറിച്ചാണ് കേട്ടത്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ദൈവമക്കളുടെ ജീവിതത്തിലുമുണ്ട്, പുറമേ ഉള്ളവരുടെ ജീവിതത്തിലുമുണ്ട്. ഇന്നലെ നമ്മൾ കേട്ടു നമ്മുടെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടു. ഇന്ന് ഈ വചനം പറയുന്ന ലോകത്തിന് ബോധ്യം വരുത്തും. അതായത് കർത്താവിലേക്കായിട്ടില്ലാത്തവർക്ക് ആത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത്. അതായത് അവൻ മാനസാന്തരം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും, എന്തുകൊണ്ടാണ് അവർ മാനസാന്തരപ്പെടാത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഉണർവുണ്ടാകാത്തത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ മാനസാന്തരം കൊണ്ടുവരുന്ന ആരാ? ദൈവത്തിൻ്റെ ആത്മാവാണ് മാനസാന്തരം കൊണ്ടുവരുന്നത്. നമുക്ക് മാനസാന്തരം കൊണ്ടുവരാൻ പറ്റത്തില്ല. പത്രോസ് പ്രസംഗിക്കുമ്പോൾ അവിടെ ബുദ്ധിപരമായ യാതൊരു പ്രവൃത്തിയുമില്ല, ടെക്നോളജിക്കലായ യാതൊരു പ്രവൃത്തിയുമില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. പക്ഷേ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനത്തിൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. ഈ ജനം ചോദിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പത്രോസിനോട് ഇങ്ങോട്ട് ചോദിക്കുക. അതിനകത്ത് ബുദ്ധിയോ യുക്തിയോ ശക്തിയോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്. ഇതുപോലെ ഈ ടൈമിൽ ലോർഡ് ഓഫ് ഹാർവെസ്റ്റ്, കൊയ്ത്തിൻ്റെ യജമാനനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരിലൂടെയും പ്രവർത്തിക്കുകയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളുമായിട്ട് സഹകരിക്കുന്നവരൊക്കെ മാനസാന്തരപ്പെടുവാൻ ആമേൻ ഇടവരുത്തുകയും ചെയ്യട്ടെ. അതിന് നമ്മൾ എന്നാ ചെയ്യണ്ടേ? നമ്മൾ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടണം, ഞങ്ങളിലൂടെ ആ മാനസാന്തരത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് മാനസാന്തരത്തിൻ്റെ ആ ശക്തിയെ അയക്കാൻ തുടങ്ങും. ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. പാപബോധം കൊണ്ട് ഞങ്ങളെ പാപത്തിൽ നിന്ന് ആര് രക്ഷിക്കും? പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വ്യാപനം ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരൊക്കെ പാപബോധമുണ്ടാകുക. ഇതാരാ കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ്. ഇതുപോലെ ദൈവമക്കളെ നമ്മളും ആഗ്രഹിക്കുകയും നമ്മളും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മൾ നിൽക്കുന്നിടത്തൊക്കെയും ദൈവം പരിശുദ്ധാത്മാവ് പാപബോധം അയക്കുവാൻ തുടങ്ങും. അടുത്തത്, പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ കേട്ടു. അമേൻ. ഒരു കാര്യം കൂടെ പറയാം. അമേൻ. പരിശുദ്ധാത്മാവാണ് നമുക്ക് എന്ത് തരുന്നത്? നമുക്ക് ഈ പ്രത്യാശ തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് പ്രത്യാശ തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അമേൻ. റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ ആത്മാവ് നമുക്ക് എന്ത് തരും? പ്രത്യാശ തരാൻ തുടങ്ങും. നമ്മളോട് പറയും, നീ ധൈര്യമായിട്ടിരിക്കുക, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. ദൈവം നിനക്ക് അനുകൂലമാണ്, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദർ ഈസ് എ സൊല്യൂഷൻ എന്ന് നമുക്ക്
പറഞ്ഞു തരും. ദർ ഈസ് എ വേ ഔട്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അത് ആരുടെ പ്രവൃത്തിയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നിരാശയല്ല ഉണ്ടാകുന്നത്, നമുക്ക് പ്രത്യാശയാണ് ഉണ്ടാകുന്നത്. ഡിപ്രഷൻ വരത്തില്ല. പിന്നെന്താ ഉണ്ടാകുന്നത്? ഭയങ്കര സന്തോഷം വരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പ്രത്യാശയും സന്തോഷവും എന്ന് പറയുന്നത്. അവൻ കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ എപ്പോഴും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ആ സ്വർഗീയ ഭവനത്തെക്കുറിച്ചും സ്വർഗീയ കനാനെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുമുള്ള പ്രത്യാശ പരിശുദ്ധാത്മാവ് നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാൽ നിറയുമാറാകട്ടെ. ഇന്ന് നമ്മൾ രണ്ട് കാര്യം പറയും. ഒന്ന്, ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെയും പാപം, നീതി, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം നൽകും. ദൈവാത്മാവ് ഒരു ദൈവവൈതലിൻ്റെ ഉള്ളിൽ എന്ത് തരും? പ്രത്യാശ തരും. നമുക്ക് അവൻ ഏത് സാഹചര്യത്തിലും നമ്മൾ തളർന്നു പോകത്തില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകത്തില്ല. അയ്യോ ഇനി എന്നാ ചെയ്യും, അങ്ങനെ തോന്നൽ നമുക്ക് വരത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് എന്ത് തരും? നമുക്ക് പ്രത്യാശ തരും. ഇന്ന് ആ ദൈവാത്മാവിൻ്റെ പ്രത്യാശയാൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.